യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവ് തരുന്നൊരു വാഗ്ദാനമുണ്ട്. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് നിങ്ങൾക്ക് തരുമെന്നൊരു ഉറപ്പാണത്. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ്. ഉണ്ണിയേശുവിൻ്റെ പിറവിക്കായിട്ട് കാത്തിരിക്കുന്ന ഒരു കാലഘട്ടം. വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധ അമ്മയും ഇതേപോലെ കാത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. തൻ്റെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഉണ്ണിക്ക് വേണ്ടി ലോക ജനതയുടെ രക്ഷകനായിട്ട് പിറക്കാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് കാത്തിരുന്ന നിമിഷങ്ങൾ. ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് കൃത്യമായി തരുമെന്ന് യോഹന്നാൻ സുവിശേഷകൻ തൻ്റെ 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ദൈവത്തോട് യാചിച്ചത് വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവിനെയാണ്. ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ ആഗമനം സംഭവിച്ചപ്പോൾ പരിശുദ്ധ അമ്മ കൃതാജ്ഞയായി. നമ്മുടെ അനുദിന ജീവിതത്തിലും ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നൊരു പല കാര്യങ്ങളും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ഉണ്ണിയുടെ സാന്നിധ്യം. അതിനൊക്കപ്പുറത്തേക്ക് അനുദിനം എന്നോണം ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാം വന്നു കഴിഞ്ഞു തന്നെ പറയാൻ സാധിക്കും. കാരണം ആത്മാവാണ് എല്ലാം നമുക്ക് നൽകുന്നത്. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദിവസങ്ങളാണെന്നൊക്കെയാണല്ലോ പറയുക. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കുക. ഞാൻ എന്നും എൻ്റെ കർത്താവിനോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞാൻ ആഗ്രഹിക്കുക, ഞാൻ സ്വപ്നം കാണുക, എനിക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ലഭിക്കാൻ കൊതിക്കുന്ന പല കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഏതാനും ചില കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ അപ്പുറത്തേക്ക് പരിശുദ്ധ അമ്മ എന്നെ നിന്നെ പഠിപ്പിച്ച ആത്മാവിന് ലഭിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിന് മാത്രമാണ്. പക്ഷെ ലഭിച്ചതോ രക്ഷകനായ ക്രിസ്തുവിനെയാണ്. ഞാനും നിങ്ങളും ഇതുപോലെ ഭൗതികമായ കാര്യങ്ങൾ ആഗ്രഹിക്കാതെ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കും നിനക്കും ലഭിക്കാൻ പോകുന്നത് ഞാനും നീയും ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത സമാധാനവും സന്തോഷമൊക്കെ ആയിരിക്കും. വചനം സാക്ഷ്യപ്പെടുന്നുണ്ട്, ഭൂമിയിൽ സമാധാനമല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് വാളുമായിട്ടാണെന്നാണ് വചനം പറയുക. ഒരുപക്ഷെ യേശുനാഥൻ്റെ പിറവിയോടനുബന്ധിച്ച് ഞാനും നിങ്ങളും കേൾക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ സാന്നിധ്യം സമാധാനമാണ് നൽകുന്നതെങ്കിൽ ജനിച്ച് പ്രായപൂർത്തിയായി ക്രിസ്തു പറയുക, ഞാൻ ഭൂമിയിൽ വന്നത് സമാധാനമായിട്ടുമല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സമാധാനമല്ല ക്രിസ്തു കൊടുക്കുക, മറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമാണ്. അപ്പോൾ ഞാൻ ഇന്നും എന്നും പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ പ്രതീക്ഷകൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സമാധാനമായിരിക്കണം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. പരിശുദ്ധ അമ്മ ആഗ്രഹിച്ചതാണ്. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ടത് തന്നെയാണ്. രക്ഷകനായ ക്രിസ്തുവിൻ്റെ പിറവിയോടനുബന്ധിച്ച് ഞാനും നിങ്ങളും ധ്യാനിക്കുമ്പോൾ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സമാധാനമല്ല വേണ്ടത്, മറിച്ച് ദൈവം തരുന്ന സമാധാനമാണ്. ആ സമാധാനമായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ജനനം മുതൽ മരണം വരെ ഈ സമാധാനം കൊണ്ട് നടന്നതുകൊണ്ട് ഏതെല്ലാം വേദനകളിലൂടെയും ഏതെല്ലാം ബുദ്ധിമുട്ടിലൂടെയും കടന്നു പോയപ്പോഴും ഒരു ശാന്തത, ഒരു സമാധാനം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയും സഹനങ്ങളെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. ആത്മാവ് വന്ന് നിറയുമ്പോൾ ഉണ്ണി പിറക്കുമ്പോൾ ലഭിച്ച അതേ സമാധാനം എനിക്കും നിനക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഉണ്ണിയുടെ പിറവിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഉണ്ണിയുടെ പിറവിയുടെ എല്ലാ മംഗളാശംസകളും നേരുകയാണ്. ഈശോ ഏറെ പ്രത്യേകമായിട്ട് ഉണ്ണീശോ
നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.